എവിടെ പോയി? ഭഗവാൻ, സമയം എന്തായി? തന്റെ കയ്യിൽ വാച്ചില്ലേ? അത് നോക്കിയാ മതി. എന്റെ കയ്യിലെ വാച്ചിലെ സമയം അനുസരിച്ച് ലാലുക്കുട്ടൻ കോളേജിൽ നിന്ന് വരാൻ ഇപ്പോൾ 2 മണിക്കൂർ വൈകിയിരിക്കുന്നു. അതിന് തനിക്കെന്താടോ? ഞാൻ ചിലപ്പോ 2 മണിക്കൂറല്ല 20 മണിക്കൂർ താമസിച്ചു വരും. അതൊന്നും താൻ അന്വേഷിക്കണ്ട. അരേ ലാലുക്കുട്ട, ഞാൻ പറയുന്നത് കേൾക്കൂ. ഈ കോളേജിലൊക്കെ പോകുന്ന ആൺകുട്ടികൾ വീട്ടിലേക്ക് വരാൻ താമസിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കുന്നവർക്കാണ് എന്റെ ടെൻഷൻ. താൻ എന്റെ വല്ലതും വാങ്ങിക്കും. ലാലുക്കുട്ടൻ എന്റെ അനിയനാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇയാള് വലിയ ശല്യമല്ലോ. ഇതിനാണ് വടി കൊടുത്ത് അടി വാങ്ങുക എന്ന് പറയുന്ന. ഇതിന്റെ വല്ല കാര്യമുണ്ടാ? മനസമാധാനത്തിന് വേണ്ടിയാ കൊണ്ടുവന്നു. ഇപ്പൊ ഉള്ള സമാധാനവും കൂടെ പോയി. ലാലുക്കുട്ട, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ തന്നെ കാണും. എന്നെ അറിഞ്ഞൂടാ. അരെ റാം സിംഗ് ജി, എന്താണ് ആത്മകഥം? ആത്മകഥം ഈ സ്വയം ഓരോ വിചാരങ്ങൾ, അതെന്താണെന്ന്. പിള്ളേരുടെ ഓരോ രീതികളെ. അവർക്കും ഇതുപോലെ പിള്ളേരൊക്കെ ആവട്ടെ, അപ്പൊ മനസ്സിലാക്കും അതിന്റെ വിഷമങ്ങള്. ഒരു കാരണവരെ പോലെയാണല്ലോ റാം സിംഗ് ജിയുടെ സംസാരം. മേരാ ശീലമാണ്. വേണ്ട, ഞാൻ വെച്ചോളാം. സാറ് വീട്ടിലുണ്ടോ? ചേച്ചി, ആ റാം സിംഗ് അവിടെ ഒരു കുരിശായി കൊണ്ടിരിക്കുകയാണെന്നാണ് ആ ലാലുക്കുട്ടൻ പറഞ്ഞത്. നല്ല ആൾക്കാരെല്ലാവർക്കും ഒരു കുരിശാ മക്കളെ. ലാലുക്കുട്ടൻ കോളേജിൽ നിന്ന് ഒരു 5 മിനിറ്റ് താമസിച്ചോടനെ അന്വേഷിച്ചിരിക്കുക, ടെൻഷൻ അടിക്കുക. ആത്മാർത്ഥതയുള്ളവർ അങ്ങനാടാ. അവർക്കുള്ളിൽ ഒരു സ്നേഹം ഉണ്ടായിരിക്കും. ആ സ്നേഹം മറ്റുള്ളവർക്ക് ഒരു ബാധ്യതയായിട്ട് തോന്നും. ഇപ്പൊ തന്നെ ആ സൗമ്യയുടെ കാര്യം, ആ സജീവന്റെ രീതികളെ വിശ്വട്ടിന് ഇഷ്ടപ്പെട്ടില്ല, അപ്പുറത്തെ നരേന്ദ്രനും ഇഷ്ടപ്പെട്ടില്ല. സുമിത്ര കുഞ്ഞിന്റെ വീട്ടിലെ കാര്യങ്ങൾ വല്ലതും കുഞ്ഞറിഞ്ഞായിരുന്നോ? എന്തല്ലേ ചേച്ചി? എന്താന്നോ? അപ്പൊ കുഞ്ഞൊന്നും അറിഞ്ഞില്ലായിരുന്നോ? അയ്യോ നാരായണ ഭഗവാനെ, അതല്ലേ അറിയാവുള്ളത്. ചേച്ചി പറ, എന്താ കാര്യം? അയ്യോ ഞാനേ ഈ ജോലി ഒന്ന് തീർത്തോട്ടെ. ചേച്ചി പറ, ഞാൻ ചെയ്തോളാം. ഇന്നലെ ആരാ നോക്കി ചേച്ചി? ആരാ? അയ്യോ, ആരൊക്കെ ഇത്? ചേച്ചി, ഞാൻ പറഞ്ഞിട്ടില്ലേ സൗമ്യ? അയ്യോ അറിഞ്ഞൂടെന്ന്. നാരായണ, ദേവഗണമല്ലേ, ദേവഗണം. അതൊക്കെ പോട്ടെ. പകല് പൊന്നൂന് ബോറടിക്കുന്നു, അതുകൊണ്ട് ഇന്നിപ്പോ ഞാൻ വരുന്നത് വരെ. ഇന്നോ? എന്നും പകൽ ഇങ്ങോട്ട് വന്നാ മതി. വരും, അതോട്ടിരിക്കാം. നരേന്ദ്രൻ ഇന്നെന്തോ ഹോളിഡേ. അപ്പൊ വീട്ടിലില്ല? അതല്ല, ഹോളിഡേ ഡ്യൂട്ടി ഇല്ല. ഓ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. പൊന്നു, എന്തെങ്കിലും ആവശ്യമുണ്ടെ വിളിക്കണേ. ഓക്കെ, ബൈ. വാടി പൊന്നു. ഇരിക്കടാ. പിന്നെ പൊന്നുവിന്റെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? അയ്യോ, അത് പിന്നെ ചോദിക്കാനുണ്ടോ? ഭാര്യയും ഭർത്താവിനെയും കണ്ട് അറിഞ്ഞൂടെ? അച്ഛനെയും കത്രിയും പോലെ. എന്ന് വെച്ചാ അതിന്റെ അർത്ഥമൊന്നും അറിഞ്ഞൂടാ, പക്ഷെ കേട്ടിട്ടുണ്ട്. ചക്കര ഈച്ചയും പോലെ ഒന്നും കേട്ടിട്ടില്ല. അതുപോലെ വേറൊരു വാക്ക്. എന്റെ കൂട്ടുകാരുടെ അനിയത്തിയല്ല ചേച്ചി, ഇപ്പൊ ഇവളും എന്റെ കൂട്ടുകാരി തന്നെയാ. അയ്യോ, സുഹൃതം ചെയ്ത കുഞ്ഞ്, സുഹൃതം. ലീലാവതി കുഞ്ഞിന്റെ കൂട്ടുകാരി അവൻ ഭാഗ്യം ചെയ്യണം. ഇതൊക്കെ മുൻജമ്മ സുഹൃതമല്ലേ? ദേവഗണമല്ലേ നിൽക്കുന്ന ദേവഗണം. എന്നാ പിന്നെ ഞാൻ പോട്ടെ കുഞ്ഞെ, നിങ്ങള് സംസാരിച്ചോണ്ടിരി. പിന്നെ നാളെ ഞാൻ ഇത്തിരി താമസിച്ചേ വരുള്ളൂ കേട്ടാ. സാരല്ലേ ചേച്ചി? അയ്യോ, സന്ധ്യ എടുക്കാൻ മറന്നുപോയി, ഓർമ്മയില്ല, പൊക്കണമില്ല. വളരെ സത്യസന്ധയായ ചേച്ചിയാ, ഉള്ളതേ പറയൂ. ഇനി ഞാനൊരു സത്യമായ കാര്യം പറയട്ടെ. എന്താ ചേച്ചി? അപ്പൊ ഞാൻ പോട്ടെ. അയ്യോ കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാൻ അന്ന് പറഞ്ഞില്ലേ, അത് തന്നെ. നീ ഒരു ഭാഗ്യമുള്ള കുട്ടിയാ, അദ്ദേഹത്തിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടുക. നേരെ ചേച്ചി.
ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അങ്ങനെ സ്നേഹമുള്ളവര് ഈ സ്നേഹം അവസാനം വരെ നിലനിർത്തണം. അതിലാണ് നമ്മൾ വിജയിക്കുന്നേ. വാ. ഹലോ, ഞാൻ പാർക്കിന്റെ നേരെ മുമ്പിലുണ്ട്. സജീവ് സാറേ, സുഗുണ നടന്നോളൂ. എനിക്ക് തിരക്കൊന്നുമില്ല. സാറിന്റെ അടുത്ത് ഞാൻ ഒന്ന് പെമ്പിള്ളാരെ കുറിച്ച് ചോദിച്ചു. അന്ന് സാർ എന്നെ ഒന്ന് വരണ്ടി ദാണ്ടാ, അതോടെ ഞാൻ നന്നായി. ഇപ്പൊ എനിക്ക് ശാരദയുണ്ട്, ഞാൻ എന്തിന് മറ്റുള്ളവരെ കാര്യം ചിന്തിക്കണം? അതിരിക്കട്ടെ, സാർ ആരൊക്കെ തയ്ക്കണം? വൈഫ് വരും. സുഗുണം പൊയ്ക്കോളൂ. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ധൃതിയില്ല. ചേച്ചി വരട്ടെ, ചേച്ചി കൂടെ കണ്ടിട്ട് വാ. അതെ, പൊന്നു വരാൻ ചിലപ്പോ താമസിക്കും. അതിനെന്ത്, എനിക്ക് ദുരിച്ചല്ലെന്ന്. അല്ല, ദുരിച്ച ധൃതിയില്ല. അല്ല, എനിക്കൊരു ഫോൺ വിളിക്കാനുണ്ട്. ഹലോ, ഞാനാണ്. മൈത്രി ലൈൻ്റെ അടുത്ത് നിന്നാ മതി. ഇവിടെ ഒരു കുരിശുണ്ട്, ഞാൻ അങ്ങോട്ട് വരാം. അതൊക്കെ അവിടെ വന്നിട്ട് പറയാം. എന്ത് സാറേ പെട്ടെന്നൊരു ചേഞ്ച്? അല്ല, എനിക്ക് വേറൊരു സ്ഥലം വരെ പോണം. മൈത്രിയിലല്ലേ, ഞാൻ കേട്ടല്ലേ, ഇവിടെ അടുത്ത് തന്നെ. ഞാനും കൂടെ വരാം, ചുമ്മാരി കറക്കാം. വിളിച്ചു പോവാം. സുഗുണ, ഇറങ്ങ്, ഞാൻ പറയാം. പിന്നെ പൊന്നു ഇവിടെ വരും. അപ്പോ സുഗുണ ഇവിടെ നിൽക്കും. അവള് വരുമ്പോ എന്നെ കണ്ടില്ലേ വിഷമമാവും. അതുകൊണ്ട് ഇവിടെ നിൽക്കുക, ഞാനിപ്പോ വരാം. പിന്നെന്ത്, പെട്ടെന്ന് വരുമല്ലോ അല്ലേ? ഇപ്പൊ വരാം. തറയിൽ തൊടാതെ പോണം. കുഞ്ഞ് ഇവിടെ വരും, അപ്പൊ സുഗുണ ഇവിടെ നിന്നോ. മൈത്രി ലൈൻ വരെ പോയിട്ട് ഇപ്പൊ വരാം. എന്തോ കുഴപ്പം, അങ്ങനെ മാറ്റി. ഇതാണ് സുഗുണന്റെ കുഴപ്പം. ചുമ്മാ കയറി അങ്ങ് സംശയിച്ചോളൂ. അങ്ങനെ നീറ്റ് കക്ഷി. അല്ലെങ്കിൽ ചിലപ്പോ അങ്ങനെ വല്ലതും. സുഗുണ ചുമ്മാ മാന്യന്മാരെ കുറിച്ചൊന്നും പറയല്ലേ. അല്ല, എന്നാലും ഇനി ഇവിടെ എന്നാ ശരിയാവില്ല. വാ. അരേ സജീവൻ സാർ, സസ്രദാൽജി. റാം സിംഗ് എന്താ ഇവിടെ? സതി ചേച്ചി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. എന്തൊക്കെയോ പർച്ചേസ് ചെയ്യാനുണ്ട്, ഉടനെ എത്തും. സജീവൻ സാർ പോവാം. അതെ, സതി അല്ല സാറേ, ഇതെവിടെ? ലീലാവതി കുഞ്ഞേ, ലീലാവതി കുഞ്ഞേ, അയ്യോ എന്റെ അമ്മോ, ലീലാവതി കുഞ്ഞേ, ലീലാവതി കുഞ്ഞേ, അയ്യോ എന്റെ അമ്മോ, ഇവിടെ എന്താ കാര്യമുണ്ടാ? എന്തെങ്കിലും കണ്ട് പേടിച്ചോ? പേടിച്ചു കുഞ്ഞെ, പേടിച്ചു. എന്താ? പിന്നെ ഈ സജീവ സാർ ആളെങ്ങനെ? അതിപ്പോ ചേച്ചിക്ക് അറിഞ്ഞൂടെ? അല്ല, ഞാൻ അറിഞ്ഞത് വേറെ. ഈ സജീവൻ കുഞ്ഞാണോന്നൊരു സംശയം. എന്താ ചേച്ചി? അയ്യോ, ഇന്ന് ഞാനൊരു കാഴ്ച കണ്ടു കുഞ്ഞേ. എന്താ? സജീവ സാറും വേറൊരു പെൺകൊച്ചും. എന്താ? അത് അത്ര ഒരു പന്തിയുള്ള പോക്കല്ല. ചേച്ചി അനാവശ്യം പറയരുത്. അയ്യോ എന്റെ കുഞ്ഞെ, ഞാൻ പറയണത് അങ്ങോട്ടൊന്ന് കേക്ക്. ഞാൻ ഇന്നേ വരെ ലളിതയോട് മുഷിച്ച് സംസാരിച്ചിട്ടില്ല. പക്ഷെ സൗമ്യയുടെ ഭർത്താവിനെ കുറിച്ച് ഓരോ കഥകൾ പറയാൻ തുടങ്ങിയുണ്ടല്ലോ. എന്റെ പൊന്നു കുഞ്ഞെ, പറയണ മുഴുവൻ അങ്ങോട്ടൊന്ന് കേക്ക്. ഇതാണെങ്കിൽ എനിക്ക് കേൾക്കണമെന്നില്ല ചേച്ചി. എന്റെ പൊന്നിന്റെ വലിയൊരു സംഭവം.
ഇനിയിപ്പോ ഇത് ആരോട് പറയായി? ഹലോ അമ്മാവാ? അയ്യോ വരണോ അമ്മാവാ? അമ്മാവൻ്റെ ഒരു കുറവ് ഈ വീട്ടിലുണ്ട്. ചിലവരുടെയൊക്കെ അഹങ്കാരം കുറയ്ക്കാൻ അമ്മാവൻ ഈ വീട്ടിലുണ്ടെങ്കിലേ പറ്റൂ. തടിമിടുക്കും അഭ്യാസവും ഒക്കെ ഇനി കാണാം. ശരി അമ്മാവാ, ശരി. മക്കളെ വരുന്നടാ, വരുന്നു. നമ്പ്യാരമ്മാവൻ വരുന്നടാ. എന്തോന്ന് ഈശ്വര? എന്റെ ചേച്ചി, പുള്ളിക്കാരെ ഇവിടെ വന്ന ഈ വീടിന്റെ സ്വസ്ഥത പോകും. പോവും, സ്വസ്ഥത പോവും. ഈ വീടിന്റെ അല്ല മക്കളെ, അപ്പുറത്തെ വീടിന്റെ, ആ വീടിന്റെ സ്വസ്ഥത പോവും. ആ സ്വസ്ഥത ഇല്ലാതാക്കാനാ അമ്മാവനെ ഇങ്ങോട്ട് വരുത്തുന്നത്. പട്ടുപോലത്തെ തലമുടിയും കഥകളി ശരീരവും ഒക്കെ ആയിട്ട് അമ്മാവൻ കേറി വരുന്ന ആ കാഴ്ച, ഓ മക്കളെ കുളിര് പോരുന്നതാ എനിക്ക് ആലോചിച്ചപ്പോ തന്നെ. ഓ തനിക്ക് കേരളം പേരറിയാവോ? കേരളം പേരോ? അതാരാ? പട്ടാളി കേരളം പേര് ഇവിടെ ആർക്കും അറിയില്ലേ? അതാ ഞാനും ആലോചിക്കുന്നേ. ഞാൻ ഇങ്ങനെ ഒന്നും അല്ല വിചാരിച്ചത്. ഓ തനിക്ക് കേരളം പേരറിയാം? അവരെയൊന്നും എനിക്കറിയില്ല, എം പേരെ അറിയാം. അപ്പൊ എന്നെ ഇവിടെ ആർക്കും അറിഞ്ഞൂടല്ലോ പത്മാവതി. ഞാൻ എല്ലായിടത്തും ഭയങ്കര പ്രശസ്തനാണെന്നാണല്ലോ ശങ്കരൻ പറഞ്ഞത്. അത് പറഞ്ഞുകൊണ്ടാണല്ലോ അവൻ ഇടയ്ക്കിടയ്ക്ക് കാശ് വാങ്ങിച്ചോണ്ടിരുന്നത്. പുത്തമ്പംഗ്ലാവിലെ നമ്പ്യാരെ അറിഞ്ഞൂടാത്ത നാടോ? അങ്ങനെയാണെങ്കിൽ എനിക്കതൊന്നും അറിയണമല്ലോ. പത്മാവതി നീ ക്ഷമിക്കേ. അതെ, പാവൻ നമ്മുടെ മോള് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാട്ടിരിക്കുകയല്ലേ. നീ വാ, നമുക്ക് എല്ലാറ്റിനും പരിഹാരം ഉണ്ടാക്കാണ്. ഈ കേരള നമ്പ്യാരുടെ അനന്തരം താമസിക്കുന്ന വീട് എവിടാ? അതേ അനന്തരോള് നമ്മുടെ സതിയില്ലേ, സതികുമാരി, മറ്റേ ജാട പാർട്ടി. അതും അവിടെ തന്നെ. ഒരേ കോമ്പൗണ്ടിൽ 3 വീടുണ്ട്. അതിൽ ആദ്യത്തെ വീടാ. അഭ്യസിക്കണം. എന്തഭ്യസിക്കണം? കളരി അഭ്യസിക്കണം. കാലിലൊരു അങ്കത്തഴമ്പുണ്ട്. അത് സൈക്കിൾ ചവിട്ടിന്റെ തഴമ്പാ. ഏതായാലും തഴമ്പാണല്ലോ. പിന്നെ ഒഴിവുള്ളപ്പം വാ, ചോടുകൾ പറഞ്ഞു തരാം. പുതിയ പരിഷ്കാരങ്ങളിലുള്ള ഗേറ്റുകളാണ്. നീ കൂടെ പിടി. 1, 2, 3. ആദ്യത്തെ വീടെന്നല്ലേ പറഞ്ഞത്? അപ്പൊ കുറച്ച് തള്ളി നിൽക്കുന്ന വീടിതാ. ഇത് തന്നെ. മോളെ അമ്മാവും വന്നതി. അല്ല, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഇവളെവിടെ പോയി കിടക്കണത്? എടി അമ്മാവും അമ്മായും വന്നതി. ആരെ കാണുന്നില്ലല്ലോ. ആരാ? അയ്യോ, അപ്പൊ മോള് ജോലിക്കാരിയൊക്കെ വെച്ചിട്ടുണ്ടല്ലേ? മര്യാദ സംസാരിക്കുവല്ലേ? ഹലോ, വീട്ടിൽ നിന്ന് ഇറങ്ങിക്കേ. മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലോ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. അയ്യേ, മുഖ്യമന്ത്രി വരെ ഹോൾഡറിന്റെ ആളെയാ പോലീസിന്റെ പേര് പറഞ്ഞു വരട്ടെ. നിങ്ങളൊക്കെ ആരാ? ആര്? നിന്റെ യജമാനത്തിന്റെ അമ്മാവൻ. യജമാനത്തിയുടെ അമ്മാവൻ ആരാണ്? സതിയുടെ അമ്മാവൻ. സതിയുടെ
അമ്മാവൻ മര്യാദക്ക് വീട്ടിലിറങ്ങിക്കണം. എന്റെ യജമാനത്തി അല്ലേ? ഇവക്കെന്താ മുഖ്യമന്ത്രി പരിചയമുണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്ക് ആരെയും പരിചയം വേണ്ട, ലീലാവതി മതി നിങ്ങളോടൊക്കെ പകരം ചോദിക്കാൻ. ഓടിക്കോളി.